ഹായ്, ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 10ാം ക്ലാസ്സിലെ മാത്സിന്റെ 5th ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 96 പേജിലെ ആക്ടിവിറ്റീസിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇതിലെ 1-2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് 3ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ചെയ്യുന്നു. Question: Consider the arithmetic sequence 55, 45, 35, etc. First question: How many terms of this, starting from the first, must be added to get 175 as the sum? ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ arithmetic sequence equal to 55, 45, 35, 55, 45, 35, etc. അപ്പോൾ നമുക്ക് അറിയാവുന്നത് f first term is equal to 55. കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു 45 മൈനസ് 55 ആണ്. അപ്പോൾ -10. nth ടേം അറിയില്ല, നമ്പർ ഓഫ് ടൈംസ് അറിയില്ല. നമ്പർ ഓഫ് ടൈംസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ nth ടേം കാണാൻ xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d ഈക്വൽ ടു d മൈനസ് 10 ആണ്. അപ്പോൾ -10n പ്ലസ് f മൈനസ് d, f 55 ആണ്. അപ്പോൾ 55 മൈനസ് -10 ഈക്വൽ ടു -10n plus 55 minus -10, 55 plus 10, 65. അപ്പോൾ നമുക്കിവിടെ ഈക്വൽ ടു, നമുക്ക് 65 പോസിറ്റീവിനെ ആദ്യം എഴുതാം. അപ്പോൾ 65 മൈനസ് 10n എന്ന് നമുക്ക് ഇതിന്റെ nth ടേം കിട്ടി. ഹൗ മെനി ടേംസ് ഓഫ് ദിസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 175 ആസ് ദ സം. ഇവിടെ സമ്മ് നമുക്ക് 175 കിട്ടണം. അപ്പോൾ സമ്മിന്റെ ഇക്വേഷൻ ചെയ്യാം. അപ്പോൾ സം Sn ഈക്വൽ ടു n by 2 into ഫസ്റ്റ് ടേം xn അല്ലെങ്കിൽ f, x1 അല്ലെങ്കിൽ f പ്ലസ് xn ലാസ്റ്റ് ടേം ആണ്, ഈക്വൽ ടു n by 2 into ഫസ്റ്റ് ടേം നമുക്കറിയാം അത് 55 ആണ്. അപ്പോൾ 55 പ്ലസ് nth ടേം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് 65 മൈനസ് 10n ആണ്, ഈക്വൽ ടു n by 2 into 55ഉം 65ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് 120 മൈനസ് 10n എന്ന് കിട്ടും. 2 into 60 മൈനസ് 5n എന്ന് കിട്ടും. അപ്പോൾ ഈ 2ഉം കട്ടാക്കിയാൽ ഈക്വൽ ടു n into 60 മൈനസ് 5n നമുക്ക് കിട്ടും. ഇനി ഇതിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈക്വൽ ടു 60n മൈനസ് 5n സ്ക്വയർ എന്ന് കിട്ടും. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് സമ്മ് 175 ആണ്. 75 സമ്മ് കിട്ടണമെങ്കിൽ 60n മൈനസ് 5n സ്ക്വയർ ഈസ് ഈക്വൽ ടു 175. നമുക്ക് n സ്ക്വയർ വരുന്നിട്ടേ ഈ ടൈം നമുക്ക് പോസിറ്റീവ് ആക്കാൻ വേണ്ടി -60n -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, പ്ലസ് 5n സ്ക്വയർ ഈക്വൽ ടു -175 എന്ന് കിട്ടും. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്താൽ ആദ്യം n സ്ക്വയറിന് ടൈമിനെ കൊണ്ടുവരാം. അപ്പോൾ 5n സ്ക്വയർ മൈനസ് 60n ഈക്വൽ ടു -175. അപ്പോൾ ഈ ഇക്വേഷനെ ചെറുതാക്കാൻ ഇത് 5n സ്ക്വയർ ആണ്, ഇവിടെ n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 5 ആണ്. മാത്രമല്ല ഈ നമ്പേഴ്സ് എല്ലാം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്. ഇതിനെ നമുക്ക് ചെറുതാക്കിയാൽ n സ്ക്വയർ മൈനസ് 16നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12n ഈക്വൽ ടു മൈനസ് 175നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 35. അപ്പോൾ n സ്ക്വയർ മൈനസ് 12n ഈക്വൽ ടു -35. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ആയിട്ട് നമുക്ക് കിട്ടി. ഇനി ഇവിടെ നമുക്ക് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ചാൽ, അതായത് a മൈനസ് ബി ഓൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ ഉപയോഗിച്ചാൽ ഇവിടെ n സ്ക്വയർ മൈനസ് 12n പ്ലസ് 12ന്റെ പകുതി 6 സ്ക്വയർ ഈക്വൽ ടു -35 പ്ലസ് 6ന്റെ സ്ക്വയർ ഇവിടെ ചേർക്കണം, അതായത് 36 ഇവിടെ ചേർക്കും. അപ്പോൾ ഇവിടെ n സ്ക്വയർ മൈനസ് 12n പ്ലസ് 6 സ്ക്വയർ, അത് n മൈനസ് 6 ഓൾ സ്ക്വയർ ഈക്വൽ ടു -35 പ്ലസ് 36, അതായത് 1. അപ്പോൾ n മൈനസ് 6 ഈക്വൽ ടു റൂട്ട് ഓഫ് 1, അത് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. അപ്പോൾ നമുക്ക് n മൈനസ് 6 ഈക്വൽ ടു 1 ഓർ n മൈനസ് 6 ഈക്വൽ ടു മൈനസ്, അപ്പോൾ n ഈസ് ഈക്വൽ ടു 1 പ്ലസ് 6 equal to 7 or n is equal to -1 plus 6 equal to 5 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 7 ടേമിന്റെ സമ്മും 5 ടേമിന്റെ സമ്മും നമുക്ക് 175 എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് equal to 7 or 5. 7 എടുത്താലും 5 എടുത്താലും നമുക്ക് ഈ ആൻസർ തന്നെ കിട്ടും. ഇനി ഇതിൽ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടേംസ് ഓഫ് ദിസ് സ്റ്റാർട്ടിംഗ് ഫ്രം ഫസ്റ്റ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 180 ആസ് ദ സം. ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇതിന്റെ ഓൾജിബ്രിക് ഫോം നമുക്ക് സമ്മിന്റെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. Sn ഈക്വൽ ടു നമുക്ക് കിട്ടിയത് -5n സ്ക്വയർ 60n ആണ്. നമുക്ക് നേരത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഈക്വൽ ടു ഇതിന്റെ റിസൾട്ട് 180 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ മൈനസ് മാറ്റാൻ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത അതേപോലെ തന്നെ. അപ്പോൾ 5n സ്ക്വയർ മൈനസ് 60n ഈക്വൽ ടു -180 ആണ്. ഇതിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ
എൻ സ്ക്വയർ മൈനസ് 12n ഈക്വൽ ടു മൈനസ് 30. അപ്പോൾ ഇവിടെയും ഈ 12ന്റെ പകുതി 6, അതായത് n മൈനസ് 12n പ്ലസ് 6 സ്ക്വയർ ഈക്വൽ ടു മൈനസ് 36 പ്ലസ് 6ന്റെ സ്ക്വയർ 36 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് n മൈനസ് 6 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. അതായത് n മൈനസ് 6 ഈക്വൽ ടു 0 ഒരു വാല്യൂ ഉള്ളൂ. therefore n is equal to 0 പ്ലസ് 6 ഈക്വൽ ടു 6. അതായത് n is equal to 6 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഇഫ് വി ടേക്ക് ദ സം ഓഫ് ദി ഫസ്റ്റ് 6 ടേംസ് വി ഗെറ്റ് 180. ഇനി ഇതിലെ തേർഡ് സബ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടേംസ് ഓഫ് ദിസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 0 ആസ് ദ സം 0 ആയിട്ട് കിട്ടണമെങ്കിൽ എത്ര ടേം ആഡ് ചെയ്യണം? കാരണം സം 0 കിട്ടുന്ന പറഞ്ഞാൽ അവിടെ പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസ് ഉണ്ടാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് നമുക്ക് സം 0 കിട്ടും. ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് എസ് എൻ ഈക്വൽ ടു, അത് പഴയ ആൻസർ തന്നെ, മൈനസ് 5n സ്ക്വയർ പ്ലസ് 60n. ഇത് കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം, ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ മൈനസ് മാറ്റുന്നു, മൈനസ് കൊണ്ട് മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 5n സ്ക്വയർ മൈനസ് 60n ഈക്വൽ ടു 0. അതിനെ ചെറുതാക്കിയാൽ n സ്ക്വയർ മൈനസ് 12n ഈക്വൽ ടു 0. ഇനി ഇവിടെ നമുക്ക് കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിക്കേണ്ട കാര്യമില്ല, കാരണം ഇവിടെ ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഇവിടെ നമുക്ക് അതിൽ എളുപ്പത്തിൽ നമ്മൾ ആദ്യത്തെ എക്സസൈസിലെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ഈ എന്നിനെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ n ഇൻറ്റു n മൈനസ് 12 എന്ന് നമുക്ക് ആൻസർ കിട്ടും, ഈക്വൽ ടു 0. അതായത് n സ്ക്വയർ മൈനസ് 12n ഇങ്ങനെ ഗുണിച്ചാൽ ഈ ആൻസർ കിട്ടണം. കോമൺ ആയിട്ട് രണ്ട് ടേമിൽ നിന്ന് n പുറത്തേക്ക് എടുത്തു. അപ്പോൾ n ഇൻറ്റു n മൈനസ് 12 ഈക്വൽ ടു 0. അപ്പോൾ n ഈക്വൽ ടു 0 ഓർ n മൈനസ് 12 ഈക്വൽ ടു 0. അപ്പോൾ n ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഒരു ടേം എടുക്കുന്നില്ല, അതുകൊണ്ട് അതിനെ നമ്മൾ പരിഗണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് n മൈനസ് 12 ഈക്വൽ ടു 0. therefore n ഈക്വൽ ടു 0 പ്ലസ് 12, അതായത് n ഈക്വൽ ടു 12 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഇഫ് യു ടേക്ക് ദ സം ഓഫ് ദ ഫസ്റ്റ് 12 ടേംസ് വി ഗെറ്റ് 0. എന്നിന് 12 എന്നുള്ള വാല്യൂ കൊടുത്താൽ 12 ആദ്യത്തെ ഫസ്റ്റ് 12 ടേമിന്റെ സം എടുത്താൽ അത് 0 ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു.